ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താടാ എന്റെ മുമ്പിൽ കിടന്ന് ഹീറോ കളിക്കാറായോ? സാറേ വിട്, അവനെ വിടാൻ. എന്റെ പൊന്ന് സാറേ, സാറ് കണ്ടില്ലേ ഇങ്ങനെയുള്ളവരുടെ നടുവില് ഞാൻ എങ്ങനെയാ ഈ കൊച്ചുമായിട്ട് നിൽക്കുന്നേ? നിങ്ങളല്ലേ ഇവിടുത്തെ കുടുംബനാഥൻ? അതെ. നിങ്ങളെയും നിങ്ങളെ കുടുംബത്തിനെ കുറിച്ചും ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. പ്രിയങ്ക എന്ന കുട്ടിയുടെ. പ്രിയങ്ക ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സാർ കാര്യം പറയൂ. ആ പെൺകുട്ടിയെ നിങ്ങൾ വീടിനകത്തിട്ട് ദ്രോഹിച്ചു, ഇവിടെ നാട്ടിയിറക്കി. അതാ പരാതിയിലുള്ളത്. ഓഹോ, ഒരു വെള്ള പേപ്പറും പേന എടുത്ത് കയ്യിൽ കൊടുത്താൽ ആർക്കും പരാതി എഴുതാലോ. അത് സത്യമായിരിക്കണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് തെളിയിക്കുകയും ചെയ്യാം. ഓ, എനിക്ക് അല്പം കഴിവ് കുറവാ. അത് അംഗീകരിച്ചു തരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണല്ലോ തന്റെ പുന്നാരമോൻ എന്നെ നടറോഡിലിട്ട് പട്ടി പോലെ തല്ലിച്ചതച്ചത്. സാറേ, നിങ്ങളൊക്കെ നീതിയും നിയമവും സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് യൂണിഫോം ഇടുന്ന ആൾക്കാരല്ലേ? എപ്പോഴെങ്കിലും ഒരു കാര്യം അന്തസ്സോടെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പ നോക്കിയാലും കള്ളപ്പണക്കാർക്കും കരിഞ്ചന്തക്കാർക്കും ഒക്കെ ഇങ്ങനെ കൂട്ടു നടന്നിട്ട് എന്ത് നേട്ടോ സാറേ കിട്ടാനുള്ളത്? കേമം ഗംഭീരം. കുടുംബം മൊത്തത്തിൽ അങ്ങ് ചാർജായി നിൽക്കുകയല്ലേ. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. പ്രിയങ്കയെ നിങ്ങൾ ഇവിടെ തിരിച്ച് താമസിപ്പിക്കണം എന്ന ഉത്തരവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നടക്കില്ല സർ. ഒരു കാരണവശാലും നടക്കില്ല. പ്രിയങ്കയും വരുണും തമ്മിലൊരു ബന്ധവുമില്ല. ഇത് കണ്ടോ, പ്രിയങ്കയും വരുണും തമ്മിലുള്ള വിവാഹം നടന്നതിന്റെ സർട്ടിഫിക്കറ്റാ. കുറച്ചു മുമ്പ് ഇവര് പറഞ്ഞല്ലോ നിയമം നടപ്പാക്കുന്നതിനെ കുറിച്ച്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലേ ഇവന്റെ ഭാര്യയെ പ്രിയങ്കയാ, അല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഇവൻ തേടിപ്പിടിച്ച ഇവളെ അല്ല. സാറേ, സൂക്ഷിച്ച് സംസാരിക്കണം. സാറിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിപ്പിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് വന്ന് വിശദീകരണം തരാം. അല്ലാതെ എന്റെ ഭാര്യ അപമാനിച്ച സാറ് യൂണിഫോമിലൊന്നും ഞാൻ നോക്കത്തില്ല. ആഹാ, ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്നെ പോലെ യൂണിഫോം ഇട്ട് നിൽക്കുന്നവരാ. നീ എനിക്കെതിരെ കനത്ത വാക്കുകൾ പറയുമ്പോ കൈയടിക്കാൻ വന്ന് നിൽക്കുന്നവരല്ല അവര്. ഞാനൊന്ന് മൂളിക്കഴിഞ്ഞാലേ നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കാൻ നിൽക്കുന്നവരാ. കാണണോടാ നിനക്ക്? ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയിൽ കയറുന്നതിന് മുമ്പ് നിന്നെ കണ്ട അനുഗ്രഹം വായിക്കാനാണ് ഞാൻ വന്നതെന്ന്. അനുഗ്രഹം വായിക്കാൻ വരുമ്പോ വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്.
അവരുടെ ഒരു പരാതി നേരെ വനിതാ കമ്മീഷനിലേക്ക് പോയിട്ടുണ്ട്. ഓ, അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവരിപ്പോ ഇവിടെ കയറി വന്നത്. സാർ, എവിടെ നിന്നുള്ള നിർദ്ദേശം ആയാലും ശരി, ഇത് ഈ കുടുംബത്തിനോടുള്ള ദ്രോഹം. കഴിഞ്ഞ കുറെ നാളുകളായി ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും കൊണ്ട് മാത്രമാ. ഇത്രയും നന്നായി എന്നെ ഉപദേശിക്കുന്ന അമ്മയ്ക്ക് എന്തേ സ്വന്തം മകനെ ഉപദേശിക്കാൻ കഴിയാതെ പോയി? കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കെ വേറൊരുത്തിയെ കൊണ്ടുവന്ന് പൊറപ്പിക്കുമ്പോ ഇവിടെ അതാരെങ്കിലും വിലക്കിയോ? ഉണ്ടേ പറ. നിങ്ങൾ ഇങ്ങോട്ട് വാ. നിക്ക്. ഈ വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ചാണ്ടല്ലോ, ആ കാല് ഞാൻ വെട്ടിയെടുക്കും. അയ്യോ അയ്യോ സാറേ, വിടാൻ. നീ എന്താടാ എന്റെ മുമ്പിൽ കിടന്ന് ഹീറോ കളിക്കാറായോ? സാറേ വിട്, അവനെ വിടാൻ. എന്റെ പൊന്ന് സാറേ, സാറ് കണ്ടില്ലേ ഇങ്ങനെയുള്ളവരുടെ നടുവില് ഞാൻ എങ്ങനെയാ ഈ കൊച്ചുമായിട്ട് നിൽക്കുന്നേ? അതിനാണെങ്കി ബുദ്ധിയില്ല, ബോധവും ഇല്ല. പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇവര് രണ്ടുപേരും സുരക്ഷിതരായി നിങ്ങളുടെ കുടുംബത്തുണ്ടാവണം. ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി പോവാം. ഇനി ഇവരിൽ നിന്ന് എനിക്കൊരു പരാതി വന്നാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഞങ്ങൾ കോടതി പോയിക്കോളാം സാറേ. അതെ, ഇവരെവിടെ കയറ്റാൻ പറ്റില്ല. അതായത് കമ്മീഷന്റെ ഉത്തരവോ എന്റെ നിർദ്ദേശങ്ങളോ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ആയിക്കോട്ടെ, വന്നതുപോലെ ഞാൻ ഇവരെയും കൊണ്ട് തിരിച്ചു വെക്കോളാം. പക്ഷേ പോകുന്ന കൂട്ടത്തില് വേറൊരാളും കൂടി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കെ വേറൊരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരുത്തനെ, നിങ്ങളുടെ മകനെ, ദേ ഇവനെ, എന്താ അത് വേണോന്ന്